നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് വഴിവക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലോ നല്ല പൂച്ചെടിയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ട് ഒരു കൊമ്പ് കട്ട് ചെയ്ത് വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിട്ട് അതിന് വേണ്ട കെയറിങ് എല്ലാം കൊടുക്കും. പക്ഷെ എത്രമാത്രം കെയറിങ് കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു 1, 2, 3 ദിവസത്തിനുള്ളിൽ ആ ചെടി ചീഞ്ഞു പോലും കരിഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ അതിനുള്ളൊരു പരിഹാരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. അതുപോലെ തന്നെ ഈ മെത്തേഡ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് ഞാൻ ഒരാഴ്ച മുമ്പ് ട്രൈ ചെയ്തിട്ട് ഒരു കൊമ്പ് പിടിപ്പിച്ചതാണ്. അപ്പോൾ തൽക്കാലം ഞാനപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് സൈഡ് മൊത്തം ഒന്ന് പയ്യെ മുട്ടിക്കൊള്ളണം കേട്ടോ. കാരണം ടൈറ്റായിട്ടിരിക്കണേയിരിക്കും നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ തന്നെ സെറ്റായിട്ടിരിക്കണമെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം വേര് ഇതിൽ വന്നിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ സാധാ മണ്ണിലൊക്കെ ഒരു കമ്പ് കുത്തി കൊടുത്താൽ വരുന്നതിൻ്റെ ഇരട്ടിയിലധികം വേര് നമുക്ക് ഈ ഒരു തൈയിൽ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് വന്ന വേര എത്ര. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് പ്ലാന്റിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ റോസ്, ചെമ്പരത്തി അങ്ങനത്തെ പ്ലാന്റ്സ് ഉണ്ട്, അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ജലാംശം കൂടിയ പ്ലാന്റിൽ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ചെത്തി അങ്ങനത്തെ ചെടികളിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ നടാനായിട്ട് 3 ചൈനീസ് മത്സ്യത്തിന്റെ കൊമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊമ്പിൽ കുറച്ച് വേര് വന്ന് ഇപ്പുണ്ട്. വേരുള്ള കൊമ്പും വേരില്ലാത്ത കൊമ്പും ചെയ്യാട്ടോ. ഇതിപ്പോൾ എനിക്ക് ആ ഒരു കൊമ്പേ കിട്ടിയുള്ളൂ, നല്ല ആരോഗ്യമുള്ള കൊമ്പായിട്ട്. അപ്പോൾ അതാണ് അതെടുത്തത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ചെടിക്കൊക്കെ പെട്ടെന്ന് വേര് മുളയ്ക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ഈ ഒരു ഇതാണ്. ഇത് നമ്മുടെ എംസാൻഡാണ്. എംസാൻഡ്, പാറപ്പൊടി, അതുപോലെ തന്നെ മെറ്റിൽ പൊടി എന്നൊക്കെ പറയും. നമ്മൾ വീടൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യൂലേ, കോൺക്രീറ്റ് അതിനൊക്കെ യൂസ് ചെയ്യണം. നമ്മുടെ സാധാ നോർമൽ എംസാൻഡാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കമ്പ് നടാനായിട്ട് ഇതുപോലെ ചെറിയൊരു ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നേരെ തന്നെ ഗ്രോ ബാഗിലേക്ക് നടന്നേക്കാൾ മുമ്പ് സാഫിന്റെ ഫംഗിസൈഡിൽ നമ്മൾ ആ ചെടിയുടെ തണ്ടൊന്ന് പയ്യെ ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നട്ടുകൊടുക്കാൻ പോകുന്നത്. കാരണം സാഫിൽ മുക്കിക്കഴിഞ്ഞാൽ ചെടിക്ക് വരുന്ന അസുഖങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് നാൾ ഈ ചെടി പിടിച്ചു വരുന്നവരെ വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ചീഞ്ഞു പോലെ അങ്ങനത്തെ ഉള്ളതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതെല്ലാ ചെടിയിലും കൊമ്പ് ഇതുപോലെ മുക്കാം. നമുക്ക് ഡാലിയ അങ്ങനത്തെ ചെടികളൊക്കെ നടുമ്പോഴും ഈ തണ്ടിൽ ജലാംശം കൂടുതലുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരു പരിധിവരെ എല്ലാ ചെടി പെട്ടെന്ന് തന്നെ സർവൈവ് ചെയ്ത് കിട്ടാൻ ചാൻസ്. അപ്പോൾ സാഫിൽ മുക്കിയ നമ്മുടെ ആ കൊമ്പ് നമ്മൾ ഡയറക്റ്റ് വേറൊന്നും ചെയ്തിട്ട് വേറൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ആ മണ്ണിലേക്ക് ഇറക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറക്കി വെച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ യൂസ് ചെയ്യണ കമ്പും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഗ്രോ ബാഗിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നടിയിലേക്ക് കുറച്ച് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ആ ചെടി ഒന്ന് നട്ടു കൊടുക്കാം കേട്ടോ. ഇത് റെഡ് കളർ ചൈനീസ് മത്സ്യത്തിന്റെ കമ്പ് ഈ ഒരു മെത്തേഡിൽ ഞാനിപ്പോൾ നട്ടു വെച്ചേക്കണതാണ് കേട്ടോ. ഇത് എംസാൻഡിൽ തന്നെ നട്ടു കൊടുത്തേക്കണം. റെഡ് കളറൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടാൻ, റെഡ്, വൈറ്റ് അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് പിടിച്ചിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് കൂടി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ എംസാൻഡിൽ ചെടികൾ വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഒരിക്കലും ആ ഒരു ചെടിയുടെ കമ്പ് ആ ഒരു എംസാൻഡിൽ നിർത്താതിരിക്കാം. കാരണം ഈ ഒരു ചെടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു 3 ആഴ്ചയോളം കഴിഞ്ഞ ചെടിയാണ്. ഈ ചെടിക്ക് ഒട്ടും തന്നെ ആരോഗ്യമില്ല കേട്ടോ. മറ്റുള്ള ചെടികളായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഇല കണ്ടാലും അതുപോലെ തന്നെ ഇതിന്റെ തണ്ട് കണ്ടാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒട്ടും ആരോഗ്യമില്ലാത്ത ടൈപ്പ്. പൂവും ഒന്നുമില്ല. സാധാരണ ഈ ഒരു 3 ആഴ്ചയൊക്കെ പ്രായമാകുമ്പോഴേക്കും മുട്ടെങ്കിലും വന്നിരിക്കേണ്ട സമയമാണ്. പക്ഷെ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം, അതിന് വേണ്ട മണ്ണിൽ നിന്ന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചെടി മുരടിച്ച് പോലെ അവിടെ നിന്നുപോയി. അപ്പോൾ ഒരു 2 ആഴ്ച, മാക്സിമം 2 ആഴ്ച അതിനുള്ളിൽ ഈ ഒരു മെത്തേഡിൽ മുളപ്പിക്കുന്ന ചെടികളൊക്കെ മണ്ണിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുള്ള ചെടികളിൽ എംസാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ വേര് പിടിപ്പിക്കുമ്പോൾ എന്തുമാത്രം വേര് വരുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെത്തി പോലത്തെ ചെടികളിൽ എംസാൻഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന്റെ വേരിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ടു നമ്മൾ സാധാ നമ്മുടെ ഇതിനു മുമ്പ് ചെയ്ത വാട്ടറി ആയിട്ടുള്ള സ്റ്റെമ്മുള്ള പ്ലാന്റിലും അതുപോലെ ഇത്രയും ഹാർഡായിട്ടുള്ള സ്റ്റെമ്മുള്ള പ്ലാന്റിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെ വേര് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നേരെ എടുത്ത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞോളൂ അധികം നാൾ ആ എംസാൻഡിൽ വെക്കാതെ നേരെ ഇതുപോലെ ഏതെങ്കിലും ചട്ടികളിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ മാറ്റി നടാറ് പതിവ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ചെമ്പരത്തി അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിക്കാൻ പറ്റുമല്ലോ. ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് എഴുതാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിന് മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് കയറി കാണാം. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.